ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. സ്തോത്രം. ഇന്ന് റോമൻസ് 8 കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. റോമർ 8 അധ്യായം നമുക്കറിയാവുന്നതുപോലെ ബൈബിളിലെ കോറായിട്ടുള്ള ദൈവിക സത്യങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു അധ്യായമാണ് റോമൻസ് 8. സ്തോത്രം. അതിലെ ദൈവാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. അതിനാധാരമായിട്ട് റോമർ 8 അധ്യായത്തിൻ്റെ 14 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. സ്തോത്രം. അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണ്. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതിൻ്റെ അർത്ഥം ദൈവാത്മാവ് നടത്താത്തവർ ദൈവത്തിൻ്റെ മക്കളല്ല എന്നുള്ളതാണ്. എന്നിട്ട് ദൈവാത്മാവ് എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്, ദൈവാത്മാവ് എന്തൊക്കെയാണ് ക്രിയ ചെയ്യുന്നത് എന്ന് ഈ ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ റോമൻസ് 8 വളരെയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു. സ്തോത്രം. രണ്ടാമത്, ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു, ആകയാൽ നമ്മെ ജീവിപ്പിക്കുന്നു. സ്തോത്രം. മൂന്നാമത്, ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യം പറയുന്നു. നാലാമത്, ദൈവാത്മാവ് ഞരങ്ങുന്നു. അഞ്ചാമത്, ദൈവാത്മാവ് പക്ഷവാതം ചെയ്യുന്നു. ആറാമത്, ദൈവാത്മാവ് തുണ നിൽക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്, ദി ഹോളി സ്പിരിറ്റ് ഈസ് ദി കംഫർട്ടർ ഓർ കൺസോളർ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ, ദി ഹോളി സ്പിരിറ്റ് ഈസ് ദി ഹെൽപ്പർ. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തുണ നിൽക്കുന്നവനാണ്, നമ്മെ സഹായിക്കുന്നവനാണ്. സ്തോത്രം. പിന്നെ മൂന്നാമത് പറയുകയാണെങ്കിൽ, ദി ഹോളി സ്പിരിറ്റ് ഈസ് ദി റിവീലേറ്റർ. ദൈവത്തിൻ്റെ ആത്മാവ് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നു. സ്തോത്രം. മറ്റൊരു ആട്രിബ്യൂട്ട് പറയുകയാണെങ്കിൽ, ദി ഹോളി സ്പിരിറ്റ് ഈസ് ദി ഇൻ്റർപ്രറ്റർ. ദൈവത്തിൻ്റെ ആത്മാവ് കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതായത് വ്യാഖ്യാനിച്ചു തരുന്നു. നമുക്ക് അറിവില്ലാത്ത വിഷയങ്ങൾ പോലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇൻ്റർപ്രറ്റ് ചെയ്തു തരുന്നു. സ്തോത്രം. മറ്റൊന്ന്, ദി ഹോളി സ്പിരിറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് സ്ട്രെങ്ത്. അതായത് ദൈവത്തിൻ്റെ ആത്മാവാണ് സ്തോത്രം നമ്മളെ ശക്തീകരിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത്. സ്തോത്രം. മറ്റൊന്ന്, ദി ഹോളി സ്പിരിറ്റ് ഈസ് ദി അഡ്വൈസർ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നു, നമ്മളെ ഉപദേശിക്കുന്നു. മറ്റൊന്ന്, ദി ഹോളി സ്പിരിറ്റ് ലീഡ്സ് അസ് ഇൻ ദി ട്രൂത്ത് ആൻഡ് ദി റൈറ്റസ്നെസ്. സകല സത്യത്തിലും നീതിയിലും വഴി നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, ദി ഹോളി സ്പിരിറ്റ് ബ്രിങ്സ് അസ് ദി ഫ്രൂട്ട്സ് ഓഫ് സ്പിരിറ്റ് ഓൾസോ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നതും ദൈവാത്മാവ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്തോത്രം. ഇതിനെക്കുറിച്ച് ഞാൻ അല്പമായിട്ട് മാത്രം വിവരിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടത്, ദൈവം പരിശുദ്ധാത്മാവിനാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അതിന് ആധാരമായിട്ട് റോമൻസ് 8:11 നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ എന്താണ് പറയുന്നത്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ എന്ത് സംഭവിക്കും? ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതായത് നാം മരിച്ചു പോയാലും നമ്മളെ ഉയർപ്പിക്കുന്നത്, പുനരുത്ഥാനം ചെയ്യിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ദൈവം യേശുക്രിസ്തുവിനെ തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉയർപ്പിച്ചതുപോലെ തന്നെ
നമ്മിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടാണ് ദൈവം അന്ത്യനാളിൽ, അതായത് കർത്താവിൻ്റെ വരവിങ്കൽ, നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്ന് നമ്മൾ കണ്ടത് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ദൈവാത്മാവ് മരിപ്പിക്കുന്നു, ആകയാൽ നമ്മെ ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനാധാരമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ റോമർ 8-ാം അധ്യായത്തിൽ നിന്നാണ് ഞാനിതെല്ലാം സ്തോത്രം സംസാരിക്കുന്നത്. റോമർ 8-ന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 8-13, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇവിടെ നോക്കുക, ഹല്ലേലൂയ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ മരിക്കും. നിശ്ചയമായ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ജീവിക്കും. മരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. അത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. എങ്കിൽ മാത്രമേ നാം ജീവിക്കുകയുള്ളൂ. സ്തോത്രം. അതുപോലെ തന്നെ കഴിഞ്ഞ പോയിന്റിൽ ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടെ അതിനകത്ത് ഒന്ന് വിശദീകരിക്കുവാനുണ്ട്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നെന്ന് 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിച്ചുവല്ലോ. സ്തോത്രം. അവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്തോത്രം. 8:11 നോക്കുക. ഈ എത്രയോ വിശുദ്ധന്മാർ ഇപ്പോൾ മരിച്ച് മൺമറഞ്ഞു പോയി, മണ്ണിനോട് ചേർന്ന് പോയി. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെങ്കിൽ, അതായത് വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മരിച്ചു മണ്ണടിഞ്ഞ വിശുദ്ധന്മാരെ ദൈവത്തിൻ്റെ ആത്മാവ് ഉയർപ്പിക്കുന്നു എങ്കിൽ, നാം ശേഷിക്കുന്ന നാം, ജീവനോട് ഇരിക്കുന്ന നാം, അതായത് നമ്മളിപ്പോൾ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് ജീവനോടിരിക്കുന്ന നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവിന് എന്തു തന്നെ പ്രവർത്തിച്ചു കൂടാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, മരിക്കാത്ത ജീവനോടിരിക്കുന്ന നമ്മൾ ദൈവത്തിന് എന്തു തന്നെ പ്രവർത്തിച്ചു കൂടാ. ദൈവാത്മാവിനാൽ എന്തു തന്നെ പ്രവർത്തിച്ചു കൂടാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു പോയിന്റിലേക്ക് വരികയാണ്. സ്തോത്രം. അതിന് ആധാരമായിട്ട് സ്തോത്രം, ആത്മാവ് സാക്ഷ്യം പറയുന്നു എന്നുള്ളതാണ്. ആത്മാവ് സാക്ഷ്യം പറയുന്നു. അതിന് ആധാരമായിട്ട് റോമർ 8-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 16-ാം വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഇവിടെ സാക്ഷ്യം പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാക്ഷ്യം? പൈതലേ, നീ ഒരു ദൈവ മകനാണ്, നീ ഒരു ദൈവ മകളാണ് എന്നാണ് നമ്മുടെ ഹൃദയത്തോടെ, നമ്മുടെ ആത്മാവോടെ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ കോൺഫിഡൻസ് തരുന്ന ഒരു വാഗ്ദത്തമാണിത്. സ്തോത്രം. എന്തെന്നാൽ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നമ്മളെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ നടക്കുവാൻ ദൈവം നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര ആശ്വാസകരമായ വാക്കുകളാണ് ഇത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവ് ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഞരങ്ങുന്നു. അതിനാധാരമായിട്ട് റോമർ 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. 8-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം. 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉള്ളിൽ ഞരക്കം.
സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉള്ളിലൊരു ഞരക്കമുണ്ട്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ്, പുത്രത്വത്തിൻ്റെ ആത്മാവ്, സ്തോത്രം, ആ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പുണ്ട്, അതിനുവേണ്ടി നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ദൈവാത്മാവിനാൽ ആണ് എന്ന് നമുക്ക് വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്. ഞരങ്ങുന്നത് ആക്ച്വലി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാരം, റോമർ 8-ാം അധ്യായ പ്രകാരം 3 കാര്യങ്ങൾ ഞരങ്ങുന്നതായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഇവിടെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞരങ്ങുന്നു. 2, സർവ്വ സൃഷ്ടിയും ഞരങ്ങുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, സർവ്വസൃഷ്ടി ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. സ്തോത്രം. അപ്പോൾ സർവ്വ സൃഷ്ടിയും ഞരങ്ങുന്നുണ്ട്. പിന്നെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പിന്നെ ആത്മാവ് ഞരങ്ങുന്നു. അത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ഞരങ്ങുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, സ്തോത്രം, ആത്മാവ് പക്ഷപാതം ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. അതിനാധാരമായിട്ട് റോമർ 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നോക്കുക, എത്ര ആശ്വാസകരമായ കാര്യമാണ്. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അഡ്വക്കേറ്റായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. സ്തോത്രം. നമുക്കറിയാം, ഭൂമിയിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നമ്മിൽ അധിവസിച്ചുകൊണ്ടാണ് ഈ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവൻ അഡ്വക്കേറ്റായി നിന്നുകൊണ്ടാണ്. സ്തോത്രം, പ്രൈസ് ലോർഡ്. എങ്കിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്? അല്ല. സ്തോത്രം. നമുക്കറിയാം, യേശു കർത്താവ് പിതാവിൻ്റെ തിരുസന്നിധിയിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ 2 അഡ്വക്കേറ്റ്സാണ് നമുക്കുള്ളത്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനും ദൈവമായ, ഹല്ലേലൂയ സ്തോത്രം, ദൈവപുത്രനായ യേശു കർത്താവും, അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അഖിലാണ്ടത്തിൻ്റെ ഏറ്റവും പരമോന്നതരായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശു കർത്താവിനോടൊപ്പം യേശു കർത്താവ് സ്വർഗത്തിൽ നമുക്ക് നമ്മെ സ്തോത്രം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്വക്കേറ്റായി നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ഈ 2 അഡ്വക്കേറ്റ്സിൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തെ കൊടുത്താൽ ഏത് കേസാണ് ജയിക്കാതിരിക്കുക? സ്തോത്രം, സ്തോത്രം. പരാജയപ്പെടുന്ന കാര്യമേ ഇല്ല. അത്ര വലിയ ഹല്ലേലൂയ സ്തോത്രം ഒരു പദവിയാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം തന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സ്തോത്രം, നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ആത്മാവ് തുണ നിൽക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതിന് ആധാരമായിട്ട് സ്തോത്രം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. സ്തോത്രം, 8:26. സ്തോത്രം, പ്രൈസ് ലോർഡ്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ദൈവാത്മാവ്. പ്രൈസ് ലോർഡ്. എന്തിനു വേണ്ടിയാണ് തുണ നിൽക്കുന്നത്? എന്ത് ബലഹീനതയാണ് നമുക്കുള്ളത്? സ്തോത്രം. ആ വാചകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. പ്രൈസ് ലോർഡ്. ശരിയല്ലേ? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലപ്പോഴും നമുക്കറിയില്ല. എന്നാൽ ദൈവാത്മാവാണ് ഹല്ലേലൂയ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വേണ്ടി ഹല്ലേലൂയ നമുക്ക് തുണ നിൽക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഹല്ലേലൂയ സ്തോത്രം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ ദൈവമക്കളെ, നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അനുഭവമുള്ള
ആ ഞരക്കം എന്താണെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഞരക്കമാണ്. ഹല്ലേലൂയ സ്തോത്രം. അത് വാക്കുകളിൽ കാണത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. കേൾക്കുവാനും കഴിയത്തില്ല. എന്നാൽ അത് പക്ഷവാതം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവായതിനാൽ ഹല്ലേലൂയ സ്തോത്രം, നാം എന്താണോ പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് തുണ നിന്നുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇതിനേക്കാൾ ഹല്ലേലൂയ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ദൈവാത്മാവ് നിങ്ങൾക്കും വെളിപ്പെടുത്തി തരുമാറാകട്ടെ. ദൈവം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.